വേലുത്തമ്പി ദളവയെക്കുറിച്ച് കേരള PSC ചോദിക്കാൻ സാധ്യത ഉള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും. ചോദ്യം 1. വേലുത്തമ്പി ദളവയുടെ യഥാർത്ഥ പേര് എന്തായിരുന്നു? ഉത്തരം: തലക്കുളം വേലായുധൻ ചെമ്പകരാമൻ തമ്പി. തലക്കുളം വേലായുധൻ ചെമ്പകരാമൻ തമ്പി എന്നാണ് വേലുത്തമ്പി ദളവയുടെ യഥാർത്ഥ പേര്. കന്യാകുമാരി ജില്ലയിലെ തലക്കുളം വലിയ വീട്ടിലാണ് അദ്ദേഹം ജനിച്ചത്. ജനനം 1765 നവംബർ 30, തലക്കുളം, തിരുവിതാംകൂർ. സ്ഥാനപ്പേര് ദളവ എന്നത് തിരുവിതാംകൂറിലെ പ്രധാനമന്ത്രി പദവിക്ക് തുല്യമായ പദവിയാണ്. ചരിത്രപ്രസിദ്ധമായ സംഭവം 1809 ജനുവരി 11 കുണ്ടറ വിളംബരം, ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയുള്ള സശസ്ത്ര പോരാട്ട ആഹ്വാനം. ചോദ്യം 2. വേലുത്തമ്പി ദളവയുടെ കാലഘട്ടം ഏത് രാജാവിന്റെ ഭരണകാലത്തായിരുന്നു? ഉത്തരം: ബാലരാമവർമ്മ. ആവിട്ടം തിരുനാൾ ബാലരാമവർമ്മ തിരുവിതാംകൂർ ഭരിച്ചിരുന്ന കാലത്താണ് 1798 മുതൽ 1810 വരെ വേലുത്തമ്പി ദളവ പ്രധാനമന്ത്രിയായി ദളവ സേവനമനുഷ്ഠിച്ചത്. 1802 അദ്ദേഹം തിരുവിതാംകൂറിന്റെ ദളവയായി ചുമതലയേൽക്കുന്നത്. ഭരണപരിഷ്കാരങ്ങൾ, നികുതി സമ്പ്രദായം കാര്യക്ഷമമാക്കുകയും അഴിമതി തടയുകയും തിരുവിതാംകൂറിൽ ശക്തമായ നിയമവാഴ്ച നടപ്പിലാക്കുകയും ചെയ്തു. ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടത്തിനൊടുവിൽ 1809 മണ്ണടി ക്ഷേത്രത്തിൽ വെച്ച് അദ്ദേഹം ആത്മബലി അർപ്പിച്ചു. ചോദ്യം 3. വേലുത്തമ്പി ദളവയ്ക്ക് മുമ്പ് തിരുവിതാംകൂറിലെ ദളവയായിരുന്നത് ആര്? ഉത്തരം: ജയന്തൻ ശങ്കരൻ നമ്പൂതിരി. ഇദ്ദേഹത്തിന്റെ ജനവിരുദ്ധവും അഴിമതി നിറഞ്ഞതുമായ ഭരണത്തിനെതിരെ തലക്കുളം വേലുത്തമ്പിയുടെ നേതൃത്വത്തിൽ വൻ ജനകീയ പ്രക്ഷോഭം നടക്കുകയും തുടർന്ന് 1802 ബാലരാമവർമ്മ രാജാവ് ജയന്തൻ ശങ്കരൻ നമ്പൂതിരിയെ സ്ഥാനത്തുനിന്ന് നീക്കി വേലുത്തമ്പിയെ പുതിയ ദളവയായി നിയമിക്കുകയും ചെയ്തു. ചോദ്യം 4. വേലുത്തമ്പി ദളവയുടെ പ്രധാന എതിരാളിയായ ബ്രിട്ടീഷ് റെസിഡന്റ് ആര്? ഉത്തരം: കേണൽ കോളിൻ മക്കാളെ. തർക്കത്തിന് കാരണം തിരുവിതാംകൂർ ബ്രിട്ടീഷുകാർക്ക് നൽകാനുണ്ടായിരുന്ന കപ്പപ്പണം ചോദിച്ചു വാങ്ങുന്നതിലെ കർക്കശ നിലപാടുകളും രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ കോളിൻ മക്കാളെ നടത്തിയ അനാവശ്യ ഇടപെടലുകളുമാണ് ഇരുവരും തമ്മിലുള്ള ശത്രുതയ്ക്ക് വഴിവെച്ചത്. കൊച്ചിയിലെ ആക്രമണം 1808 വേലുത്തമ്പി ദളവയുടെയും കൊച്ചിയിലെ പാലിയത്തച്ഛന്റെയും നേതൃത്വത്തിലുള്ള സൈന്യം കൊച്ചിയിലുള്ള കേണൽ മക്കാളെയുടെ വസതി ആക്രമിച്ചെങ്കിലും അദ്ദേഹം തലനാരിഴയ്ക്ക് രക്ഷപ്പെട്ടു. ചോദ്യം 5. വേലുത്തമ്പി ദളവയും പാലിയത്തച്ഛനും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു? ഉത്തരം: ബ്രിട്ടീഷുകാർക്കെതിരായ സഖ്യകക്ഷികൾ. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ചൂഷണങ്ങൾക്കും ഇടപെടലുകൾക്കുമെതിരെ ഒന്നിച്ചു പോരാടിയ സഖ്യകക്ഷികൾ ആലൈസ് ആയിരുന്നു. തിരുവിതാംകൂർ ദളവയായ വേലുത്തമ്പിയും കൊച്ചിയിലെ പ്രധാനമന്ത്രിയായ പാലിയത്തച്ഛൻ അഥവാ പാലിയത്ത് ഗോവിന്ദൻ അച്ഛനും 1808 ബ്രിട്ടീഷ് റെസിഡന്റായ കേണൽ മക്കാളെക്കെതിരെ ഇരുവരും ചേർന്നാണ് രഹസ്യ സഖ്യമുണ്ടാക്കി പോരാട്ടം ആരംഭിച്ചത്. 1808 ഡിസംബറിൽ വേലുത്തമ്പിയുടെയും പാലിയത്തച്ഛന്റെയും സൈന്യം ബോൾഗാട്ടിയിലുള്ള മക്കാളെയുടെ വസതി സംയുക്തമായി ആക്രമിച്ചു. പോരാട്ടത്തിൽ തിരിച്ചടികൾ നേരിട്ടതിനെ തുടർന്ന് പാലിയത്തച്ഛൻ ബ്രിട്ടീഷുകാർക്ക് മുന്നിൽ കീഴടങ്ങിയെങ്കിലും വേലുത്തമ്പി പോരാട്ടം തുടർന്നു. ചോദ്യം 6. വേലുത്തമ്പി ദളവയും പാലിയത്തച്ഛനും രഹസ്യമായി കൂടിക്കാഴ്ച നടത്തിയ സ്ഥലം ഏത്? ഉത്തരം: വൈക്കം. ചോദ്യം 7. വേലുത്തമ്പി ദളവ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ പ്രസിദ്ധമായ പ്രഖ്യാപനം ഏത്? ഉത്തരം: കുണ്ടറ വിളംബരം. 1809 ജനുവരി 11, കൊല്ലവർഷം 984 മകരം 1 വേലുത്തമ്പി ദളവ നടത്തിയതാണ് ചരിത്രപ്രസിദ്ധമായ കുണ്ടറ വിളംബരം. കൊല്ലത്തിന് അടുത്തുള്ള കുണ്ടറയിലെ ഇളമ്പള്ളൂർ ക്ഷേത്രമുറ്റത്ത് വെച്ചാണ് അദ്ദേഹം ഈ വിളംബരം നടത്തിയത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണത്തിനെതിരെയും അവരിൽ നിന്നുള്ള ഭീഷണിക്കെതിരെയും തിരുവിതാംകൂറിലെ ജനങ്ങളെ ഒന്നടങ്കം അണിനിരത്താനും സശസ്ത്ര പോരാട്ടത്തിന് ആഹ്വാനം ചെയ്യാനുമാണ് അദ്ദേഹം ഇത് നിർവഹിച്ചത്. ചോദ്യം 8. 1804 നായർ പടലഹളയ്ക്ക് പ്രധാന കാരണം എന്തായിരുന്നു? ഉത്തരം: പടയാളികളുടെ ബത്ത അലവൻസ് വെട്ടിക്കുറച്ചത്. ചോദ്യം 9. 1804 നായർ പടലഹളയുടെ പ്രധാന നേതാവ് ആര്? ഉത്തരം: മാർത്താണ്ഡൻ തമ്പി. ചോദ്യം 10. നായർ പടലഹളയുടെ സമയത്ത് വേലുത്തമ്പി ദളവ എവിടേക്ക് രക്ഷപ്പെട്ടു? ഉത്തരം: ആലപ്പുഴ.
വേലുത്തമ്പി ദളവ തിരുവനന്തപുരത്തുനിന്ന് ആലപ്പുഴയിലേക്കാണ് രക്ഷപ്പെട്ടത്. ചോദ്യം 11. ഉദയഗിരി കോട്ടയിൽ വേലുത്തമ്പി ദളവയ്ക്ക് സഹായം നൽകിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാര്? ഉത്തരം കേണൽ ജെയിംസ് വെൽഷ്. വെൽഷ് തന്റെ റെമനിസൻസസ് എന്ന പുസ്തകത്തിൽ വേലുത്തമ്പി ദളവയുമായുള്ള ബന്ധത്തെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ചോദ്യം 12. 1805 കരാറിലൂടെ തിരുവിതാംകൂറിൽ ബ്രിട്ടീഷ് സൈന്യത്തെ നിലനിർത്താൻ അനുവദിച്ച സൈന്യം എത്രയായിരുന്നു? ഉത്തരം 4 ബറ്റാലിയൻ. 1805 കരാർ. 1805 നവംബർ 10 വേലുത്തമ്പി ദളവയും കേണൽ മക്കാളെയും തമ്മിലാണ് ഈ സബ്സിഡിയറി അലയൻസ് സൈന്യസഹായ രീതി തിരുവിതാംകൂറിൽ നടപ്പിലാക്കുന്നതിനുള്ള കരാറിൽ ഒപ്പിട്ടത്. ഈ കരാറിന്റെ സമയത്ത് വെല്ലസ്ലി പ്രഭു, ലോർഡ് വെൽസ്ലി ആയിരുന്നു ബ്രിട്ടീഷ് ഗവർണർ ജനറൽ. സൈന്യത്തെ പരിപാലിക്കുന്നതിനായി തിരുവിതാംകൂർ ബ്രിട്ടീഷുകാർക്ക് വർഷം തോറും 8 ലക്ഷം രൂപ കപ്പമായി നൽകണമായിരുന്നു. ഈ കപ്പ കുടിശ്ശികയെച്ചൊല്ലിയുള്ള തർക്കമാണ് പിന്നീട് കുണ്ടറ വിളംബരത്തിലേക്കും ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിലേക്കും നയിച്ചത്. ചോദ്യം 13. 1805 കരാർ തിരുവിതാംകൂറിന്റെ മേൽ ബ്രിട്ടീഷുകാർക്ക് നൽകിയ പ്രധാന അധികാരം എന്തായിരുന്നു? ഉത്തരം ഭരണത്തിൽ താറുമാറുണ്ടായാൽ തിരുവിതാംകൂർ ഭരണം നേരിട്ട് ഏറ്റെടുക്കാനുള്ള അവകാശം. ഈ കരാറിലെ നിർണായകമായ ഒരു വകുപ്പ് പ്രകാരം തിരുവിതാംകൂറിലെ ആഭ്യന്തര ഭരണം തൃപ്തികരമല്ലെന്ന് തോന്നിയാൽ ഭരണം നേരിട്ട് ഏറ്റെടുക്കാനോ ഭരണകാര്യങ്ങളിൽ ഇടപെടാനോ ഉള്ള അധികാരം ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ലഭിച്ചു. ബ്രിട്ടീഷ് സേനയെ 4 ബറ്റാലിയൻ രാജാവിനെ സംരക്ഷിക്കാനെന്ന പേരിൽ നിലനിർത്തിയെങ്കിലും യഥാർത്ഥത്തിൽ തിരുവിതാംകൂറിന്റെ പരമാധികാരം ബ്രിട്ടീഷുകാരുടെ കൈകളിലെത്താൻ ഈ വകുപ്പാണ് കാരണമായത്. തിരുവിതാംകൂറിന്റെ സ്വാതന്ത്ര്യം പൂർണ്ണമായും കവർന്നെടുക്കുന്ന ഈ വ്യവസ്ഥയും കപ്പ കുടിശ്ശികയെച്ചൊല്ലിയുള്ള കേണൽ മക്കാളെയുടെ അനാവശ്യ ഇടപെടലുകളുമാണ് വേലുത്തമ്പി ദളവയെ ബ്രിട്ടീഷുകാർക്കെതിരെ തിരിയാൻ പ്രേരിപ്പിച്ചത്. ചോദ്യം 14. കേണൽ മക്കാളെ തിരുവിതാംകൂർ ഖജനാവിൽ നിന്ന് ആവശ്യപ്പെട്ട കുടിശ്ശിക ഏകദേശം എത്രയായിരുന്നു? ഉത്തരം 5 ലക്ഷം രൂപ. ചോദ്യം 15. ബോൾഗാട്ടി കൊട്ടാരം ആക്രമണം നടന്ന തീയതി ഏത്? ഉത്തരം 1808 ഡിസംബർ 28. കൊച്ചിയിലെ ബ്രിട്ടീഷ് റെസിഡന്റായിരുന്ന കേണൽ മക്കാളെ താമസിച്ചിരുന്നത് ബോൾഗാട്ടി കൊട്ടാരത്തിലായിരുന്നു. അദ്ദേഹത്തെ പിടികൂടാനോ വധിക്കാനോ ആയിരുന്നു ദളവയുടെയും പാലിയത്തച്ഛന്റെയും പടയാളികൾ കൊട്ടാരം വളഞ്ഞത്. ആക്രമണം നടക്കുമ്പോൾ കേണൽ മക്കാളെ കൊട്ടാരത്തിലെ രഹസ്യവഴിയിലൂടെ കപ്പലിലേക്ക് ഒളിച്ചോടി രക്ഷപ്പെട്ടു. ബ്രിട്ടീഷുകാർക്കെതിരെ വേലുത്തമ്പി ദളവയും പാലിയത്തച്ഛനും സംയുക്തമായി നടത്തിയ ആദ്യത്തെ പ്രധാന സൈനിക നീക്കമായിരുന്നു ബോൾഗാട്ടി കൊട്ടാരം ആക്രമണം. ഇതിനുശേഷമാണ് 1809 ജനുവരി 11 പ്രസിദ്ധമായ കുണ്ടറ വിളംബരം പുറപ്പെടുവിക്കുന്നത്. ചോദ്യം 16. ബോൾഗാട്ടി കൊട്ടാരം ആക്രമണത്തിൽ കേണൽ മക്കാളെ എവിടെയാണ് ഒളിച്ചത്? ഉത്തരം കൊട്ടാരത്തിലെ ഒരു രഹസ്യ അറയിൽ. കേണൽ മക്കാളെയെ പിടികൂടാൻ കഴിഞ്ഞില്ലെങ്കിലും അദ്ദേഹത്തിന്റെ പണപ്പെട്ടി, ഔദ്യോഗിക രേഖകൾ, വെള്ളിപ്പാത്രങ്ങൾ എന്നിവ കലാപകാരികൾ പിടിച്ചെടുത്തു. ചോദ്യം 17. വേലുത്തമ്പി ദളവയുടെ ഭരണകാലത്ത് തിരുവിതാംകൂറിലെ പ്രധാന ക്ഷേത്രമായ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നടത്തിയ പ്രധാന പ്രവർത്തനം എന്തായിരുന്നു? ഉത്തരം പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ചോദ്യം 18. അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ ശിക്ഷിക്കുന്നതിനായി വേലുത്തമ്പി രൂപീകരിച്ച അന്വേഷണ സംവിധാനം ഏത്? ഉത്തരം വിചാരണക്കാരുടെ സഭ. കുറ്റക്കാരായ ഉദ്യോഗസ്ഥരുടെ അവയവങ്ങൾ ഛേദിക്കുക, നാടുകടത്തുക, സ്വത്ത് കണ്ടുകെട്ടുക തുടങ്ങിയ കഠിനമായ ശിക്ഷകളാണ് ദളവ നടപ്പിലാക്കിയിരുന്നത്. സാധാരണക്കാർക്ക് നീതി വേഗത്തിൽ ലഭ്യമാക്കുന്നതിനായി ഇതിനു പുറമെ സഞ്ചരിക്കുന്ന കോടതികളും അദ്ദേഹം സ്ഥാപിച്ചു. ചോദ്യം 19. വേലുത്തമ്പി ദളവയുടെ ജീവിതത്തിലെ അവസാനകാലത്ത് അദ്ദേഹം അഭയം തേടിയ പ്രധാന സ്ഥലം ഏത്? ഉത്തരം മണ്ണടി. പത്തനംതിട്ട ജില്ലയിലെ മണ്ണടിയിലുള്ള മണ്ണടി ദേവി ക്ഷേത്രത്തിലാണ് മണ്ണടിക്കാവ് അദ്ദേഹം അഭയം തേടിയത്. ബ്രിട്ടീഷുകാർ ജീവനോടെ പിടികൂടാതിരിക്കാൻ 1809 മാർച്ച് 29 അദ്ദേഹം ക്ഷേത്രത്തിനുള്ളിൽ വെച്ച് സ്വന്തം വാളൂരി ആത്മഹത്യ, വീരമൃത്യു ചെയ്യുകയായിരുന്നു. വേലുത്തമ്പിയോടൊപ്പം ഉണ്ടായിരുന്ന സഹോദരൻ കുഞ്ചുതമ്പിയെ പിന്നീട് ബ്രിട്ടീഷുകാർ വധിച്ചു. വേലുത്തമ്പി ദളവയുടെ വീരമൃത്യുവിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ സ്മാരകവും വേലുത്തമ്പി ദളവ മെമ്മോറിയൽ ചരിത്ര മ്യൂസിയവും ഇന്ന് മണ്ണടിയിൽ സ്ഥിതി ചെയ്യുന്നു.
ചോദ്യം 20. വേലുത്തമ്പി ദളവയുടെ കുണ്ടറ വിളംബരം നടന്ന വർഷം ഏത്? ഉത്തരം: കുണ്ടറ വിളംബരം ജാനുവരി 11, 1809. മലയാളം തീയതി 1084 മകരം 1. തപാൽ സ്റ്റാമ്പ് പോസ്റ്റേജ് സ്റ്റാമ്പ് പുറത്തിറക്കിയ തീയതി 2010 മെയ് 6 അദ്ദേഹത്തിന്റെ ജന്മദിനത്തോട് അനുബന്ധിച്ച്. പുറത്തിറക്കിയത് ഇന്ത്യൻ തപാൽ വകുപ്പ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് പോസ്റ്റ്സ്. മൂല്യം ഡിനോമിനേഷൻ 5 രൂപ അഥവാ 500 പൈസ. സിനിമ മൂവി റിലീസ് ചെയ്ത വർഷം 1962. സംവിധാനം ജി വിശ്വനാഥ്. വേലുത്തമ്പി ദളവയായി അഭിനയിച്ചത് കൊട്ടാരക്കര ശ്രീധരൻ നായർ. അദ്ദേഹത്തിന്റെ കരിയറിലെ ഏറ്റവും ശ്രദ്ധേയമായ വേഷങ്ങളിൽ ഒന്ന്. തിരക്കഥ സംഭാഷണം ജഗതി എൻ കെ ആചാരി. സംഗീതം വി ദക്ഷിണാമൂർത്തി. ഗാനരചന വയലാർ രാമവർമ്മ. നിർമ്മാണം പി കെ സത്യപാൽ. പ്രൊഡക്ഷൻ ഡെൽറ്റ പ്രൊഡക്ഷൻസ്. താങ്ക് യു ഫോർ വാച്ചിങ്.